വെളുപ്പിന് 5 മണിക്കാണ് ബാർബർ ഷോപ്പൊക്കെ. അങ്ങാടി ഫുള്ളാണ്. പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ ഇതേപോലെ ആണല്ലോ 5 മണിക്ക്. ഒന്ന് കണ്ടുള്ളൂ. അജന്ത എവിടെയാണ്? അജന്ത റൂംസ് റൈറ്റ് അല്ലേ പറഞ്ഞ അയാള്? ഇതാണ് നമുക്ക് അവസാനം കിട്ടിയ റൂം. നമ്മള് കൊറേ റൂം തെരഞ്ഞു നടന്ന്, പക്ഷെ എല്ലായിടത്തും റൂം ഫുള്ളായിരുന്നു. ഇപ്പൊ നമ്മളൊന്ന് ഉറങ്ങി എണീറ്റ്. ടൈം എത്ര? അവരിപ്പോ ഒരു 10:30 ആ ഒരു ടൈമായി. നമ്മള് 7 മണി 7:30 റൂം കിട്ടിയത്. നമ്മള് എത്രയ്ക്ക് വന്ന് ഇറങ്ങി? 5:30 5 മണി 5:30 മുതൽ നമ്മൾ നടന്ന് 7:30 ആയപ്പോഴുള്ള റൂം കിട്ടിയത്. എല്ലായിടത്തും റൂം ഫുള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് റൂം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട്. ചെറിയൊരു റൂം. നമ്മൾ 3 പേർക്കും കൂടെ, 4 പേർക്ക് നിൽക്കാൻ പറ്റുന്ന ചെറിയൊരു റൂം. ഓരോരുത്തരും ഫ്രഷ് ആയി കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. നമ്മള് ലാസ്റ്റ് ഭക്ഷണം കഴിച്ചതപ്പാ ഇന്നലെ രാത്രി പാലക്കാട്ടിന്ന് 10 മണിക്ക് നമ്മൾ ഇന്നലെ ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം ഇനിയിപ്പോ രാവിലത്തെ ഒന്നും കഴിച്ചില്ല. രാവിലെ വെറും ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചാൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോ രാവിലത്തെ ചായയും ഉച്ചക്കത്തെ ചോറും കൂടി ഒപ്പം കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ഇവിടെ ഇറങ്ങിയ ടൈമിൽ 1-2 ആളുകളോട് ചോദിച്ച് നമ്മൾക്ക് പോകേണ്ട സ്ഥലങ്ങൾ. അപ്പൊ ആർക്കും വലിയൊരു ഐഡിയ ഇല്ല. നമുക്കൊരു മലയാളിനെ കിട്ടി ഇവിടുന്ന്, അവർ കോഴിക്കോട്ടുകാരെ. പക്ഷെ അവര് പറഞ്ഞത് ഇവിടെ ഒന്നും ഇപ്പൊ സീസൺ അല്ല എന്നുള്ളതാ. അപ്പൊ അങ്ങനെ ഒരു ഇടങ്ങറുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊന്ന് ഇറങ്ങിയിട്ട് ഇനി കുറച്ചും കൂടി ഏരിയകളിലൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു തുമ്പും പാലും കിട്ടണം. കിട്ടിക്കഴിഞ്ഞാലേ ബാക്കി രക്ഷയുള്ളൂ. ഇതാണ് നമ്മളിപ്പോ നിൽക്കുന്ന റൂം, ഏരിയ ഒക്കെ. നമ്മളിവിടുന്ന് രാവിലത്തെ ഉച്ചക്കത്തെ ഭക്ഷണം ഒരുമിച്ച് കഴിച്ച്. ഇവിടുന്ന് എവിടെയാണ്? ഗോവിന്ദ മാർക്കറ്റാ? ഗാന്ധി മാർക്കറ്റ്. തൃശ്ശൂര് ഗാന്ധി മാർക്കറ്റ് ഉണ്ട്. അപ്പൊ ഗാന്ധി മാർക്കറ്റ് പോവാ. നമ്മൾ ശരിക്കും വിചാരിച്ച സ്ഥലം കിട്ടിയിട്ടില്ല. പക്ഷെ ഇനി മാർക്കറ്റ് പോയിട്ട് അവിടെ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കണം. വേറെന്താ പറയാനുള്ളത്? ബാക്കി ഇനി അവിടെ മാർക്കറ്റിൽ എത്തിയിട്ട് എന്തെങ്കിലും സംഭവം എങ്ങനെയാന്നൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് പറയാം. നല്ല വെയിലാട്ടോ ഇവിടെ. ഒടുക്കത്ത വെയിലാ. തലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പതച്ച പോലെ. ജലദോഷം, നീരിറങ്ങി. 4-5 ദിവസം പല സ്ഥലങ്ങളിൽ പല വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ട് നീരിറക്കം, ജലദോഷം, പനിയൊക്കെ പിടിച്ച്. ഒടുക്കത്തെ വെയില ഇവിടെ. നേരെ അണ്ണന്റെ കൂടെ പോണത് ഗാന്ധി മാർക്കറ്റ്. നമ്മളങ്ങനെ ഗാന്ധി മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഗാന്ധി മാർക്കറ്റ് കഴിഞ്ഞാ തുടങ്ങിയിട്ടുള്ളൂ. അവിടെ തൊട്ട മുന്നേ ബാക്കില് നമ്മൾ ഇന്നലെ പൊള്ളാച്ചി പോയ പോലത്തെ അതേപോലത്തെ മാർക്കറ്റ്. ഉള്ളി, വെല്ലുള്ളി, നമ്മളെ വെളുത്തുള്ളിയൊക്കെ. ഇവിടെ ശർക്കര ഉണ്ടാ? ശർക്കര തന്നെ അല്ലേ? ശർക്കര ഫുള്ള് ശർക്കര തന്നെ മാർക്കറ്റ്. എന്ത് പാവക്ക? ഇതൊരു അടിപൊളി മാർക്കറ്റാട്ടാ. എല്ലാ ഐറ്റംസും ഉണ്ട്. പല ടൈപ്പ് ശർക്കര, വെളുത്തുള്ളി, ഉള്ളി. ഗാന്ധി മാർക്കറ്റ്. ടിലോ ഇവിടെ ശരിക്ക് ടിലോക്കൊരു ചാത്തനുണ്ട്. ടിലിയോ. എന്താ വാഴയുടെ ഇല വരെ ഇവിടെ ഉണ്ട്. മാങ്ങ, പല വെറൈറ്റി വാങ്ങണ്ട. ഈ ഏരിയ ഇപ്പൊ ഇങ്ങോട്ട് പോന്നപ്പോ കുറച്ച് സംഭവങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. അവിടെ ഫുള്ള് ഫ്രൂട്ട്സ് ആണ്. നമ്മൾ കുറച്ച് ബാക്കിലായിരുന്നപ്പോൾ ഫുള്ള് വെജിറ്റബിൾസ് ആയിരുന്നു. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതായത് നമ്മളുടെ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങൾ
ഫുള്ള് ലോഡ് കണക്കിന് ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടുന്ന വണ്ടി കാര്യങ്ങൾ, നമ്മളെ കേരള വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫുള്ള് പച്ചക്കറിയാ, ഫ്രൂട്ട്സിന്റെ മാർക്കറ്റാണ്. ഫുള്ള് ഫ്രൂട്ട്സ് ഇതിന്റെ അകത്ത്. നല്ല വില കുറവുണ്ട്. ഓറഞ്ച്, കക്കേരി, തേങ്ങ, മാങ്ങ. പൂവ്, ഇത് ഫുൾ പൂവിന്റെ മാർക്കറ്റ്. ഫുള്ള് വെറൈറ്റി ടൈപ്പ് പൂവുകൾ. മുല്ലപ്പൂ ഉണങ്ങാത്തതാ 30. കായ്കള് 20. അടിപൊളി. ഇത് പൂവൊക്കെ ഇത് കൊടുക്കാണ് അങ്ങനെ. ഇതെന്ത് എത്ര കുറെ പൂവ്? എന്തിന്? കല്യാണത്തിനാ? ഇവിടെ എന്നും കല്യാണ. ഇത്ര ഇതെന്തിനു യൂസ് ചെയ്യാ? അമ്പലങ്ങൾക്ക്. ഗാന്ധി മാർക്കറ്റ് എന്തായാലും ഉഷാറാണ്. നമ്മൾ ഇന്നലെ പൊള്ളാച്ചിയൊക്കെ പോയ മാർക്കറ്റിൽ ഇതേപോലെ സാധനങ്ങൾ ഉണ്ടെങ്കിലും ഇത്ര ആൾക്കൂട്ടല്ലായിരുന്നു. കാലിയായി കിടക്കുന്ന, അതായത് സാധനങ്ങളുണ്ട്, ഫുള്ള് ചാക്കിൽ സാധനങ്ങളുണ്ട്. പക്ഷെ ഇതേപോലെ ആൾക്കാരോ കച്ചവടങ്ങളൊന്നും നടക്കുന്നുണ്ടായിട്ടില്ലായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതിനേക്കാളും സാധനങ്ങളുണ്ട്. അതേപോലെ നല്ല രീതിയിൽ ആൾക്കാരുണ്ട്. മലയാളിയാണോ? ആ സൈഡൊക്കെ ഉണ്ട് കേട്ടോ. ഹായ്, നമ്മൾ ട്രിച്ചിത്തെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് ഒരുപാട് പേരെ പോയി കണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് മര്യാദയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഗാന്ധി മാർക്കറ്റിൽ പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് വൃത്തിയിൽ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ തിരക്കിലൊക്കെ പെട്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ വെയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ പനിയൊക്കെ പിടിച്ച് നമ്മളിപ്പോൾ ഇവിടെ ട്രിച്ചിയിൽ തന്നെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. രാത്രി എന്തെങ്കിലും ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ശേഷം ബാക്കിയുള്ള സ്ഥലം കൂടെയൊക്കെ കവർ ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവരൊരു പ്രത്യേകതര ആൾക്കാരായിരുന്നു. നമുക്കങ്ങനെ വീഡിയോയും കാര്യങ്ങളൊന്നും അവരെ മുന്നിൽ നിർത്തി അവരെ പ്രതികരിക്കാൻ നമുക്കറിയില്ല. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് നാട്ടിൽ കൂടെ ഇറങ്ങിയിട്ട് നമ്മളൊരു ചായ കുടിച്ച് നമ്മൾ വീണ്ടും നമ്മളെ റൂമിലോട്ട് പോവാണ്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും ഞങ്ങളെ അറിയിക്കുന്നുണ്ട്. ഹായ്, അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച, ടൈം വെളുപ്പിന് 4 മണിയായി. ഒരു ചുരുക്കം ദിവസങ്ങൾ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി നമ്മൾ പലയിടത്തും പോയി ഒരുപാട് ആളുകളെ നമ്മൾക്ക് കാണാൻ പറ്റി. ഒരുപാട് ആളുകളായിട്ട് നമ്മൾ പല കാര്യങ്ങളും സംസാരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും കുറേ സംഭവങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. അപ്പോൾ ഇനി നമ്മൾ നാട്ടിലേക്ക് പോവാണ് ഇന്ന്. അപ്പോൾ ഇന്നിപ്പോൾ പോയാൽ നമ്മൾ വെള്ളിയാഴ്ച ഉച്ചയൊക്കെ കഴിയും അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നാട്ടിൽ പോയിട്ട് ഒരുപാട് പരിപാടികളുണ്ട്. ഒരുപാട് പേപ്പർ വർക്കും അതുപോലെ ലീഗൽസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തീർക്കാനുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആവും. അപ്പോൾ ഇനി നമ്മൾ നാട്ടിൽ പോയിട്ട്
ബാക്കി അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ ഓക്കെ.